ഹായ് ഫ്രണ്ട്സ്, വുഡ് ആർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ ചുരുളുകൾ ഒരു 3 രീതി ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ ചുരുളിൻ്റെ അകം കുത്താനായിട്ടാണ് ഇങ്ങനെ ഒരു വര ഇവിടെ വരയ്ക്കുന്നത്. അപ്പം നമ്മൾ പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കിത് ഇതുപോലെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിത് പറഞ്ഞു തരാനായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വര വരച്ചത്. അപ്പം നമ്മളിതൊരു പാത്തിയുളിയാണ്. ഈ പാത്തിയുളിയുടെ സെൻറ്റർ ഭാഗം, ഈ ഉളിയുടെ സെൻറ്റർ ഭാഗമായിട്ട് നമ്മൾ ഈ വരയുടെ സെൻറ്ററിൽ വെക്കുക. അപ്പം നമ്മൾ അകം കുത്താൻ ഒരു വര വരച്ചില്ലേ, ആ വരയുടെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ ഈ പാത്തിയുളിയുടെ അകം വെക്കുക. അകം വെച്ചിട്ട് നമ്മൾ കൊട്ടുപിടിക്ക് അടിക്കുക. അടിക്കുമ്പോൾ ആ സെൻറ്റർ മാത്രമാണ് ഇങ്ങനെ പോകുന്നത്. എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതിന് അകം കുത്തി വീണോളും. അപ്പം ആ സെൻറ്റർ ഭാഗം തന്നെയാണ് നീങ്ങിപ്പോകത്തുള്ളൂ. നീങ്ങിപ്പോയി നമ്മൾ അവസാന ഭാഗത്ത് വരുമ്പോൾ ഈ ഉളി ചെറുതായിട്ടൊന്ന് പൊക്കി കൊടുക്കണം. അപ്പം നമ്മളിങ്ങനെ കുത്തി ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊക്കി കൊടുത്താൽ അത് കറക്റ്റായിട്ട് ആ ചുരുളിൻ്റെ അകം വീഴും. കണ്ടോ? അതായത് നമ്മൾ ഈ ഉളിയുടെ സെൻറ്റർ ഭാഗം അവിടെ വെക്കുക, സെൻറ്റർ ഭാഗം വെക്കുക, നമ്മൾ കുത്തിയെടുക്കുക. ഇവിടെ വരുമ്പം ചെറുതായിട്ട് പൊക്കി കൊടുത്താൽ കറക്റ്റായിട്ട് ആ ചുരുളിൻ്റെ അകം വീഴും. അപ്പം അതിൻ്റെ ബേസിക്കായിട്ടാണ് ആ ഭാഗമാണ് നമ്മൾ ഫസ്റ്റിൽ കുത്തിയെടുക്കേണ്ടത്. അത് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ പുറകുവശം റഫായിട്ട് ഒന്ന് അടിച്ചു വിടുക. ഇതുപോലെ ഒന്ന് അടിച്ചു വിടുക. ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം വരച്ച് ആ വരയിൽ കൂടെ തന്നെ ഈ സെൻറ്റർ ഭാഗം ഉണ്ടോ, സെൻറ്റർ ഭാഗം വെച്ചാണ് ഓടിക്കുന്നത്. അങ്ങനെ വെച്ച് അവിടെ വരുമ്പോൾ ചുരുളിൻ്റെ അറ്റത്തിൽ ചെറുതായിട്ട് പൊക്കി കൊടുക്കുക. ഉണ്ടോ? അപ്പോൾ കറക്റ്റായിട്ടത് ആ ഭാഗം വീഴും. ഇതിൻ്റെ ഒരു ചെറിയ പാടൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ആ ഉളിയും കൊണ്ട് തന്നെ അങ്ങ് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇപ്പോൾ ഈ ചുരുളിൻ്റെ ഉൾവശം കുത്താൻ അതിൻ്റെ ഒരു രീതി നിങ്ങൾ ഇപ്പോൾ പഠിച്ചിരിക്കുകയാണ്. ഓക്കെ. ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഭംഗിയായിട്ട് തന്നെ നമുക്കത് കുത്തിയെടുക്കാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇത് ഏകദേശം 1 ഇഞ്ച് ടോപ്പ്, അതായത് ഈ വളവിൻ്റെ മുകൾ വശം വരുമ്പോൾ ഏകദേശം 1 ഇഞ്ച് വരും. അങ്ങനത്തെ ഒരു ഉളിയാണിത്. അപ്പോൾ ആ ഉളിയും കൊണ്ടാണ് നമ്മളിത് ഇപ്പോൾ കുത്തിയെടുത്തത്. കണ്ടോ? ഏകദേശം 1 ഇഞ്ചിൻ്റെ അടുത്ത് ആണ് ഇതിൻ്റെ മുകൾ വശം. അങ്ങനെയാണിത് പാത്തിയായിട്ട് പോകുന്നത്. അപ്പം ഈ ഒരു മെത്തേഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു ഭാഗം കുത്തിയെടുക്കാൻ പറ്റും. നമ്മൾ ഈ ചുരുളിൻ്റെ ഈ ഒരു പുറകുവശം, ഈ സൈഡുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമുക്ക് 2 രീതിയിൽ കൂടെ നമുക്ക് ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. ആദ്യം നമ്മൾ ആദ്യത്തെ ഈ ചുരുൾ നമ്മൾ ഈ ഒരു 3 ഉളി വെച്ചാണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെ കാര്യമുണ്ട്, അതും ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് ഈ ചുരുൾ നമ്മൾ ഈ ഒരു ഉളിയും കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു കാര്യമുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഇത് ചെയ്തിട്ട് ഞാനത് പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ ഇതൊരു ഹാഫ് റൗണ്ട് ഉളിയാണ്. ഫുൾ ഹാഫ് റൗണ്ടല്ല, ഒരു അറ്റത്ത് ചെറുതായിട്ടൊരു വളവേ ഉള്ളൂ, പക്ഷേ അകം ചെറുതായിട്ട് കുഴിവുള്ള ഒരു ഉളിയാണിത്. ഇത് വെച്ച് നമ്മൾ ഈ ചുരുളിൻ്റെ ഈ ഒരു ഭാഗം, ബോൾ വരുന്ന ഈ ഭാഗം നമ്മൾ ഇതുപോലെ കുത്തിയെടുക്കുക. ഈ ചുരുളുകൾ വളരെ പ്രധാനമാണ്. കൊത്തുപണിക്ക് വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് ഈ ചുരുളുകൾ. നമ്മൾ കണ്ടേക്കുന്ന മിക്ക കൊത്തുപണികളുടെയും കൊത്തുപണിക്കുള്ളിലും ഈ ചുരുളുകളുണ്ട്. ഇതുപോലെ പല ടൈപ്പിലുള്ള ചുരുളുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ചുരുളുകൾ വെച്ചാണ് കൊത്തുപണി ഒക്കെ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്ന ഒരു 2 രീതിയിൽ ഈ ചുരുൾ കുത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഉളി വെച്ചാണ് ഇതിൻ്റെ ഈ ഒരു ഭാഗങ്ങളെല്ലാം നമ്മൾ കുത്തിയെടുക്കുന്നത്. ഇതുപോലെ കുത്തിയെടുക്കുക. ഈ ഒരു ഉളി വെച്ച് നമ്മൾ കുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ ഉളി, ഇതുപോലെ ഒരു ഹാഫ് റൗണ്ട് ഉളിയാണ്. ഇപ്പം നമ്മൾ കുത്തിയ ഉളിയുടെ കുറച്ചും കൂടെ വലിയ ഒരു ഉളിയാണിത്.
ഇത് വെച്ച് നമ്മൾ ഈ ചുരുളിൻ്റെ ഇങ്ങേ ഭാഗം, അതായത് ആദ്യമേ നമ്മൾ കുത്തിയ ഉളി ആ ഒരു ഭാഗം വരെ നമുക്ക് അതുകൊണ്ട് കുത്താൻ പറ്റത്തുള്ളൂ. അത് കഴിയുമ്പം വളവ് കൂടുന്നതുകൊണ്ട് അതിലും കുറച്ചുകൂടെ വലിയ ഉളിയാണിത്. ഇത് വെച്ച് നമ്മളതിൻ്റെ ബാക്കി ഭാഗം ഇതുപോലെ കുത്തിയെടുക്കുക. അപ്പോൾ നമ്മൾ ഈ 2 ഉളികളാണ് ഇപ്പം ഇവിടം വരെ കുത്താനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഉളിയും ആദ്യമേ ആ ബോളിൻ്റെ ഫ്രണ്ട് വശം കുത്തിയ ആ ഉളിയും, 2 ഉളി. ഇത് നമ്മൾ 3ാമത്തെ ഉളിയാണ്. ഈ ഉളിയും കൊണ്ടാണ് നമ്മളിതിൻ്റെ ബാക്കി ഭാഗം ഫിനിഷ് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ചുരുളിൻ്റെ. അപ്പോൾ ഈ ഒരു ചുരുൾ ഇങ്ങനെ എടുക്കുന്നതിൻ്റെ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ചുരുൾ ഒരു വളവോട് കൂടിയാണ് ഈ ഉളികളെല്ലാം വെക്കുമ്പോഴത്തേക്കിന് വീഴുന്നത്. അതായത് ഈ ചുരുളുകൾക്കെല്ലാം ഒരു പുറത്തേക്കൊരു വളവുണ്ട്. നമ്മൾ 3ാമതെടുത്ത ഉളി തിരിച്ച് വെച്ച് അതിൻ്റെ പുറംവശം വെച്ചാണ് നമ്മൾ ഈ ചുരുളിൻ്റെ പുറകുവശം, അല്ലെങ്കിൽ ഈ ഒരു സൈഡ് നമ്മൾ കുത്തുന്നത്. അതായത് ഇതുപോലെ പിടിച്ചിട്ട് നമ്മൾ അകംവശം വെച്ചാണ് ഇതിൻ്റെ ഇങ്ങേ ഭാഗം കുത്തിയെങ്കിൽ, നമ്മൾ ഇപ്പോൾ കുത്തുന്ന അതിൻ്റെ പുറം ഭാഗം വെച്ചാണ് ഈ ഒരു സൈഡ് കുത്തിയെടുക്കുന്നത്, ഈ ഒരു ഉളിയും കൊണ്ട് തന്നെ. ഓക്കെ, അപ്പോൾ ഇതുപോലെ അത് വീഴും. ഇതുപോലുള്ള ഒരു പുറം വളവോട് കൂടിയിട്ടാണ് ഈ ഡിസൈൻ വീഴുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതി ഭാഗം വെച്ചാണ്, ഉളിയുടെ പകുതി ഭാഗം വെച്ചാണ് നമ്മളിത് കുത്തുന്നത്, ഇങ്ങനെ കുത്തിയെടുക്കുന്നത്. കണ്ടോ? അപ്പോൾ ഇതുപോലൊരു വലിയ ഉളി ഉപയോഗിക്കുമ്പോഴത്തേക്കിന് അതിൻ്റെ പകുതി ഭാഗം അവിടെ മതിയായിരിക്കും. ബാക്കി ഭാഗം കൂടുതലുണ്ടെങ്കിൽ തന്നെ ഈ ഉളിയുടെ ബാക്കി കിടക്കുന്നതുകൊണ്ട് അത്രയും ഭാഗം നമുക്ക് ഫിനിഷായിട്ട് തന്നെ കുത്തിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഈ ഒരു 3 ഉളിയും കൊണ്ടാണ് ഈ ചുരുൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അടുത്ത ചുരുൾ ഈ ഒരൊറ്റ ഉളിയും കൊണ്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത്. അത് ഏകദേശം 1/2 ഇഞ്ച് ഒരു നൂലും കൂടെ ഉള്ള ഒരു ഉളിയാണിത്. ഈ ഒരു ഉളിയും കൊണ്ടാണ് നമ്മൾ ഈ ഒരു ചുരുളിൻ്റെ പുറകുവശം നമ്മൾ ഫിനിഷ് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങേ ഭാഗത്തെ ചുരുൾ നമ്മൾ 3 ഉളിയും കൊണ്ട് ഫിനിഷ് ചെയ്തു. ഈ ചുരുൾ നമ്മൾ ഈ ഒരു ഉളിയും കൊണ്ട് ഫിനിഷ് ചെയ്യുന്നു. ഓക്കെ, ഇതിന് രണ്ടിനുള്ള പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം. ഇത് നമ്മൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ ഈ ചാനലിൽ കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതുള്ള വർക്കുകളും ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഒരു കൊത്തുപണി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലും ഈ ക്ലാസ്സുകളും വളരെയധികം പ്രയോജനപ്പെടുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ 2 ഉളികൾ നമ്മൾ ഇങ്ങേ സൈഡിലെ ചുരുൾ നമ്മൾ 3 ഉളി കൊണ്ട് ചെയ്തപ്പോൾ ഈ ഒരു ചുരുൾ നമ്മൾ ഒരു ഉളിയും കൊണ്ടാണ് ചെയ്യുന്നത്. ഒരു സ്ട്രെയിറ്റ് ഉളിയാണിത്. ഇതുകൊണ്ട് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് ഇത് കറക്റ്റായിട്ട് നമ്മൾ വെട്ടിയെടുത്തില്ലെങ്കിൽ ഇവിടുത്തെ നിരവധി ഇതുപോലുള്ള ഉളിപ്പാടുകൾ വീഴാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഉളിപ്പാടുകൾ വീഴുമ്പോൾ പോളിഷ് ചെയ്യുമ്പോൾ, അതായത് പേപ്പർ പിടിച്ച് പോളിഷ് ചെയ്യുന്നവർക്ക് വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മളൊരു ഡിസൈൻ കൊത്തി നമ്മുടെ ഒരു ഇതിൽ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ, പക്കായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, പോളിഷിങ് ചെയ്യുന്ന ഒരാൾക്ക് അവത്താൽ ഒത്തിരി പേപ്പർ പിടിക്കേണ്ട ആവശ്യം വരത്തില്ല. അതുപോലെ തന്നെ പേപ്പർ പിടിച്ച് കുറച്ച് ഒരു കലയോടുകൂടി പിടിച്ചില്ലെങ്കിൽ ആ ഒരു ഭാഗം നമ്മൾ ഫിനിഷ് ചെയ്തതിൻ്റെ വേറൊരു രൂപത്തിലേക്ക് പേപ്പർ പിടിക്കുമ്പോൾ മാറുന്നതായിരിക്കും. അപ്പം നമ്മൾ കഴിവതും ഉളിപ്പാടുകൾ വരാതെ ആ ഒരു ചെയ്യുന്ന ഡിസൈൻ ഫിനിഷ് ചെയ്ത് പോവുക. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു വർക്ക് അതുപോലെ തന്നെ അവിടെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വർക്ക്, ഈ ഒരു ചുരുൾ നമ്മൾ ഈ 3 ഉളിക്ക് ഫിനിഷ് ചെയ്തത്. ഈ ഒരു ചുരുളിൻ്റെ പുറകുവശം നമ്മൾ ഈ ഒരു സ്ട്രെയിറ്റ് ഉളിക്ക് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പുറം വളവോടുകൂടിയാണ് ഈ ഒരു ചുരുളിൻ്റെ ഡിസൈൻ ഇവിടെ വീണിരിക്കുന്നത്. ഈ 3 ഉളിയും കൊണ്ട് അതിൻ്റെ ഷേപ്പ് അനുസരിച്ചുള്ള ഡിസൈനാണ് വീണിരിക്കുന്നത്. ഇത് നമ്മൾ സ്ട്രെയിറ്റ് ഉളി വെച്ചാണ് ഇവിടെ അടിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലെവലിലാണ് അതിൻ്റെ പുറത്തോട്ടുള്ള ആ വളവ് വീണിരിക്കുന്നത്. അതുപോലെ തന്നെ അവത്തൽ ഉളിപ്പാടുകളും ഉണ്ട് നിരവധി, ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ. അപ്പോൾ ഇത് രണ്ടുമാണ് ഇങ്ങനെ 2 വർക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള
ഗുണങ്ങളും ദോഷങ്ങളും ആണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറക് ചെയ്യാതെ തന്നെ നമ്മളകം മാത്രം കുത്തിക്കൊണ്ട് ഈ ചുരുൾ ഫിനിഷ് ചെയ്യാം. അതെങ്ങനെയാണെന്നൂടെ നമുക്ക് ഒന്ന് നോക്കാം. അതായത് ഇവിടുന്നൊരു ചെറിയ ലീഫിൻ്റെ ഇതൾ പോലെ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പുറത്ത് നമ്മളിപ്പോൾ ഈ 2 ചുരുളിനെ പുറക് ചെയ്ത അതുപോലത്തുള്ള ഭാഗങ്ങൾ ആ ഒരു വർക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ക്ഷേത്രങ്ങളുടെയൊക്കെ ചുരുളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇതുപോലത്തെ ഒരു ലീഫ് ഇങ്ങനെ അടിച്ചാണ് അവർ അന്നത്തെ കാലത്ത് അത് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട്സ്, നിസ്സാരമാണെങ്കിലും ഇങ്ങനെ ഒരറിവ് നിങ്ങൾക്ക് പകർന്നു തരാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്